ഉയർ പത്മകുമാർ ഡയറക്റ്റ് ചെയ്ത സിനിമ. ജോസഫ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റൊരു പോലീസ് സ്റ്റോറി ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ റോഷൻ മാത്യു ആണ് ഇതിനകത്ത് നായകനായിട്ട് എത്തുന്നത്. SI അജീബ് എന്ന് പറയുന്നൊരു ക്യാരക്ടറിലാണ് എത്തുന്നത്. ഇതൊരു നടന്ന സംഭവമാണ്, ട്രൂ സ്റ്റോറിയാണ്. അർഷാദ് എന്ന് പറയുന്നൊരു പോലീസുകാരൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു അർഷാദ് എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ്റെ ആ ഒരു സമയത്ത് നടന്നിട്ടുള്ളൊരു കഥയാണ്. ഇത് പത്മകുമാർ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ ആ ഒരു മേക്കിംഗ് അത് കാണാൻ വേണ്ടി തന്നെയാണ്. അത് നമുക്ക് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കിഡിലിനൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ കഥയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല, കാരണം ഇത് നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന സംഭവം, ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്ന 2 ചെറിയ കുട്ടികളുണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ ഭയങ്കരമായിട്ട് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കരമായിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകും. കണ്ണൂർ ധർമ്മടം പോലീസ് സ്റ്റേഷനിലെ SHO, ഒരു ട്രെയിനിങ് പോലീസുകാരനായിട്ടാണ് നമ്മുടെ റോഷൻ മാത്യു വരുന്നത്. കട്ടയ്ക്ക് നമ്മുടെ ബൈജുവും ഇതിൻ്റെ കൂടെ ഉണ്ട്, ഒരു പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിനോദ് സാഗറാണ് ഇതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രം ചെയ്തിരിക്കുന്നത്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സന്തോഷ് തിവേക്കർ. ഇദ്ദേഹം ഇതിനകത്തൊരു കിഡിലൻ പോലീസുകാരൻ്റെ റോളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സുപ്പീരിയർ ഓഫീസറായിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് നൈസ്, 2 പേരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ ഷാജി മാരടും പിന്നെ നിഖിൽ മേനോനും. ഇവർ 2 പേരുമാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മിസ്റ്ററി സ്റ്റോറിയാണ്, ഫുൾ പോലീസ് സ്റ്റോറിയാണ്. നടന്ന ഒരു സംഭവമാണ്. ആ ഒരു സംഭവത്തെ പ്രേക്ഷകരിലേക്ക് അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അത് എന്നും പത്മകുമാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ ഉള്ളൂ. അത് കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ലോ പേസിലാണ് സിനിമയുടെ കഥ പറഞ്ഞു വരുന്നത്. അത് ഇൻ്റർവെൽ കഴിഞ്ഞ് ഈ സിനിമയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഹാഫിനെക്കാട്ടി കുറച്ചുകൂടെ മുകളിലേക്ക് പോകുന്നതാണ്. കാരണം അത് പ്രേക്ഷകരെ കൂടുതൽ കണക്ട് ചെയ്യിക്കുന്ന രീതിയിൽ, ഇമോഷണലി കണക്ട് ചെയ്യിക്കുന്ന രീതിയിലാണ് സിനിമയുടെ കഥ പറഞ്ഞതും അതിൻ്റെ ആ ഒരു മേക്കിങ്ങും അത് തന്നെയാണ്. ഇതിൻ്റെ അവസാനത്തെ ആ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോൾ സത്യം നമ്മുടെ പിടിവിട്ടു പോകും. കാരണം പലട്ട് പത്മകുമാർ കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ ഡയറക്ഷൻ ബെസ്റ്റ് ഡയറക്ഷൻ എന്ന് തന്നെ പറയാം. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഷൻ മാത്യുവിൻ്റെ ആ ഒരു ക്യാരക്ടർ, പുള്ളി ചെയ്തിരിക്കുന്ന പോലീസ് വേഷം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈജു ആണെങ്കിലും വിനീത് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ. പിന്നെ ഇതിനകത്ത് ശ്രുതി മേനോനാണ് ഒരു മെയിൻ റോളിലെത്തുന്നത്. ഒരുപാട് ഡയലോഗ് പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും പുള്ളിക്കാരി ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളിയായിട്ട് പുള്ളിക്കാരിയും അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ആ ഒരുപാട് ഇങ്ങനെ ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്ന സംഭവമൊന്നുമില്ല, പക്ഷെ ഒരു മെസ്സേജ് ഈ സിനിമ അവസാനം നമുക്ക് തരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളെയും ബേസ് ചെയ്തിട്ടാണ്. എനിക്ക് ഈ സിനിമയിൽ ആ കുട്ടികളുടെ ഒരു സീൻ കാണിക്കുന്ന ഒരു സംഭവമുണ്ട്, അത് ഒന്നും പറയാനില്ല കേട്ടോ. ശരിക്കും നമ്മുടെ കണ്ണ് നിറയും. നിങ്ങളിപ്പോൾ ഈ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ള പബ്ലിക് റെസ്പോൺസ് നോക്കുകയാണെന്നെങ്കിൽ ആ സിനിമ കണ്ടിറങ്ങുന്ന സാധാരണ ഓഡിയൻസിൻ്റെ ആ ഒരു ഫീഡ്ബാക്ക് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. കാരണം അത് കണ്ട് നമ്മൾ ക്ലൈമാക്സ് പോർഷൻ കണ്ട് നമ്മൾ ഇറങ്ങുമ്പം ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലാണ് അത് സിനിമ തരുന്നതും. അതിൻ്റെ മൊത്തത്തിൽ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി എല്ലാവരുടെയും പെർഫോമൻസ് വൈസ് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരള പോലീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് എപ്പോഴും ഒരു അഭിമാനം തന്നെയാണ് അല്ലേ. കാരണം അത്തരത്തിൽ ഒരുപാട് ആളുകൾ കൈയൊഴിഞ്ഞു പോയിട്ടുള്ള കേസുകൾ സ്വന്തം താല്പര്യപ്രകാരമൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള പോലീസുകാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്ന സിനിമ അതൊരു ട്രൂ സ്റ്റോറി നടന്ന ഒരു സംഭവമാണല്ലോ. അതുപോലെ തന്നെ ഇതും നടന്നൊരു സംഭവം. ഒരിക്കലും അവിടെ എത്തില്ല എന്ന് വിചാരിക്കുന്നിടത്ത് കൃത്യമായിട്ട് നമ്മുടെ കേരള പോലീസ് എത്തിപ്പെടുന്ന കേരള പോലീസിനൊരു അഭിമാനം തന്നെയാണ്. ഇതും അത്തരത്തിലൊരു പോലീസുകാർ അർഷാദ് എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ്റെ അദ്ദേഹം ആ സർവീസിൽ ഇരുന്ന സമയത്ത് അദ്ദേഹം പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്ന ആ ഒരു സംഭവമാണ് ഈ ഒരു സിനിമ. അതുതന്നെ ഒരു റിയൽ ട്രൂ സ്റ്റോറിയാണ് ഈ സിനിമ. ഇതെല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഉയർ ആ പേരെന്തുകൊണ്ട് സിനിമയ്ക്ക് ആപ്റ്റാണ്. അപ്പം അത് സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ സിനിമയ്ക്ക് ഉയർ എന്ന് പറയുന്ന പേരിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത്. അടിപൊളി സിനിമ, മേക്കിംഗ് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച്.